ഗുഡ് മോർണിംഗ് USA കണ്ട ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. 55 ദശലക്ഷത്തിലധികം അമേരിക്കൻ വിസകൾ ഡൊണാൾഡ് ട്രംപ് പരിശോധിക്കുകയാണ്. അമേരിക്കയിൽ താമസിക്കാൻ അനുവാദം ലഭിച്ച വിദേശികളുടെ കാര്യത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. രാജ്യത്ത് നിലവിൽ പ്രാബല്യത്തിലുള്ള 55 ദശലക്ഷത്തിലധികം അമേരിക്കൻ വിസകൾ സൂക്ഷ്മമായ അപഗ്രഥനത്തിന് വിധേയമാക്കാനും ബന്ധപ്പെട്ട വ്യക്തികൾ വിസ വ്യവസ്ഥകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം നടത്തിയിട്ടുണ്ടെന്നും പരിശോധിക്കാനാണ് ഈ നീക്കം. ഡൊണാൾഡ് ട്രംപിന്റെ ഇമിഗ്രേഷൻ കർശന നടപടികളുടെ ഭാഗമായി കുടിയേറ്റ നിയമങ്ങൾ റദ്ദാക്കാനോ നാട് കടത്താനോ സാധ്യതയുള്ള ലംഘനങ്ങൾ കണ്ടെത്താൻ ഇങ്ങനെ വിസ ഉടമകളുടെ രേഖകൾ ട്രംപ് ഭരണകൂടം അവലോകനം ചെയ്യുകയാണ്. രാജ്യത്ത് ഇതിനകം പ്രവേശിച്ചവർ ഉൾപ്പെടെ സാധുവായ US വിസ കൈവശം വച്ചിരിക്കുന്ന എല്ലാ വിദേശികളും ആ വിസയ്ക്ക് യോഗ്യരാണോ എന്ന് കണ്ടെത്താൻ തുടർച്ചയായ പരിശോധന ഉണ്ടാകുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. യോഗ്യരല്ലെന്ന തെളിവുകൾ പുറത്തു വന്നാൽ വിസ റദ്ദാക്കപ്പെടും. വിസ ഉടമ അമേരിക്കയിലാണെങ്കിൽ ഉടൻ തന്നെ നാട് കടത്തും. അനധികൃതരാകാനുള്ള സാധ്യതയുടെ സൂചനകൾ വരുന്ന ഏത് സമയത്തും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് വിസ റദ്ദാക്കും. അതിൽ ഓവർസ്റ്റേ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ, പൊതുസുരക്ഷയ്ക്കുള്ള ഭീഷണികൾ, ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകൽ ഇവയൊക്കെ ഉൾപ്പെടുമെന്ന് ഇമിഗ്രേഷൻ വക്താവ് അറിയിച്ചു. 2023 അമേരിക്കയിൽ കുടിയേറിയത് 14 മില്യൺ അനധികൃതരെന്ന് റിപ്പോർട്ട്. 2023 14 മില്യൺ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ പ്രവേശിച്ചെന്നാണ് പ്യൂ റിസർച്ച് സെന്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പക്ഷേ എക്കാലത്തെയും ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനേക്കാൾ കുറവാണ് ഈ സംഖ്യ. അമേരിക്കൻ സമൂഹത്തിൽ സംബന്ധിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടുകൾക്ക് ആധികാരികത ഏറെ എന്നാണ് ലോകം വിലയിരുത്തുന്നത്. US ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ അനധികൃതമായി അതിർത്തി കടന്നത് 2007 റിപ്പോർട്ട് പറയുന്നു. അന്ന് 12.2 മില്യൺ ആളുകളാണ് അമേരിക്കയിൽ കടന്നത് എന്നാണ് കണക്കുകൾ. അമേരിക്കയിലെ കുടിയേറ്റക്കാരുടെ മൊത്തം ജനസംഖ്യ 2025 ജനുവരിയിൽ 53 മില്യണിലെത്തിയെന്നാണ് പ്യൂ റിസർച്ച് സെന്റർ പറയുന്നത്. ഇത് അമേരിക്കൻ ജനസംഖ്യയുടെ 15.8% വരും. സൂക്ഷിക്കണം ആലിംഗനങ്ങളെ, ഉള്ളതുകൂടി പോകും. അപരിചിതർ ആലിംഗനം ചെയ്യാൻ വന്നാൽ പ്രതികരിക്കരുതെന്നാണ് എഡ്മണ്ടൺ പോലീസിന്റെ മുന്നറിയിപ്പ്. കാനഡയിൽ ആലിംഗനം ചെയ്യാൻ ആവശ്യപ്പെട്ട് അതിന് പിന്നാലെ കവർച്ച നടത്തുന്ന സംഘങ്ങൾ ശക്തി പ്രാപിച്ചതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് എഡ്മണ്ടൺ പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇത്തരമൊരു സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും 2 പേർക്കായി തിരച്ചിൽ നടത്തുകയുമാണ്. തട്ടിപ്പിന് കൂടുതൽ പേർ ഇരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ആലിംഗനം ചെയ്ത് ശ്രദ്ധ തിരിച്ച ശേഷം നടത്തുന്ന മോഷണ പരമ്പരകൾ കാനഡയിൽ ഉടനീളം നടക്കുന്നുണ്ട്. അപരിചിതർ ആലിംഗനങ്ങൾ ആവശ്യപ്പെടുകയോ ഒപ്പം ദുരന്ത കഥകൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പോലീസ് പറയുന്നു. കുടുംബാംഗങ്ങളെപ്പോലെ സംഘം ചേർന്നാണ് എത്തുക. പലചരക്ക് കടകൾ മുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിൽ ഇവരുണ്ടാകും. ആളുകളെ സമീപിച്ച് ആലിംഗനം ആവശ്യപ്പെടുകയോ ആഭരണങ്ങൾ അനുഗ്രഹിക്കണം എന്ന് ആവശ്യപ്പെടുകയോ ചെയ്യും. എന്നാൽ ഈ ആശയവിനിമയത്തിനിടയിൽ കൊള്ളക്കാർ ഇരയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളയുകയാണ് ചെയ്യുക. മെയ് മുതൽ ഇതുവരെ കുറഞ്ഞത് 63 ഇത്തരം മോഷണ കേസുകൾ ലഭിച്ചതായി എഡ്മണ്ടൺ പോലീസ് പറയുന്നു. ഇല്ല, ഇറങ്ങില്ല, കടുപ്പിച്ച് ലിസ കുക്ക്. ട്രംപ് ഭരണകൂടം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കാൻ ഉദ്ദേശമില്ലെന്ന് ഫെഡറൽ റിസർവ് ഗവർണർ ലിസ കുക്ക്. ഇതോടെ ലിസ കുക്കിനെ രാജിവെപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ഫെഡറൽ റിസർവ് ബോർഡിൽ സമ്മർദ്ദം ശക്തമാക്കുന്നു. തനിക്ക് ഗവർണർ പദവി രാജിവെക്കാൻ തൽക്കാലം ഉദ്ദേശമില്ലെന്നാണ് ലിസ കുക്കിന്റെ ട്രംപിനോടുള്ള മറുപടി. പലിശ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും ലിസ അതിന് വഴങ്ങാതിരുന്നതാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ജോ ബൈഡൻ പ്രസിഡന്റായിരുന്നപ്പോൾ US സെൻട്രൽ ബാങ്കിന്റെ ശക്തനായ ബോർഡ് ഓഫ് ഗവർണർമാർ ഒരാളായി നിയമിച്ച കുക്കിനെതിരെ മോർഗേജ് തട്ടിപ്പാണ് ഇപ്പോൾ ട്രംപിന്റെ അനുകൂലികൾ ആരോപിക്കുന്നത്. വാഷിംഗ്ടൺ DC പാർക്കിന് പുല്ലുമായി ട്രംപ്. തലസ്ഥാനത്തെ പാർക്കുകളിൽ പുല്ല് വച്ച് പിടിപ്പിക്കാൻ തന്റെ ഭരണകൂടം ഗോൾഫ് കോഴ്സുകൾ സമീപമുള്ള പുതിയ പുല്ലുകൾ നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ്. നഗരത്തിലെ കുറ്റകൃത്യങ്ങൾക്കെതിരായ തന്റെ നടപടികൾ പരസ്യപ്പെടുത്തുന്നതിനാണ് ഈ നടപടിയെന്നും ട്രംപ് ന്യായീകരിക്കുന്നു. US പാർക്ക് പോലീസ് സൗകര്യം സന്ദർശിച്ച വേളയിൽ നിയമനിർവഹണ ഉദ്യോഗസ്ഥരോട് ട്രംപ് വ്യക്തമാക്കിയതാണിത്. ഹോം സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോയും അറ്റോർണി ജനറൽ പാംബോണ്ടി, ഇന്ത്യൻ സെക്രട്ടറി ഡഗ് ബർഗം എന്നിവരുടെ നേതൃത്വത്തിൽ മെട്രോപൊളിറ്റൻ പോലീസിനെ ഫെഡറൽ പോലീസ് ഏറ്റെടുക്കുന്നത് വിജയകരമായെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. വിസ്കി കുടിക്കാൻ ഭയന്ന് കാനഡക്കാർ. ഓണത്തിന് മനസ്സമാധാനമായി ഒരു പെഗ് വിസ്കി ആസ്വദിക്കാനാകാത്ത അവസ്ഥയിലും ആശങ്കയിലുമാണ് പ്രവാസികളടക്കം കാനഡക്കാർ. കാനഡയിലെ പ്രവേശനം ഉടനീളം വിൽക്കുന്ന ക്രൗൺ റോയൽ റിസർവ് എന്ന ജനപ്രിയ വിസ്കി ബ്രാൻഡ് കനഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസി തിരിച്ചു വിളിച്ചു. കാരണം വിസ്കി ബോട്ടിനുള്ളിൽ ഗ്ലാസ് കഷ്ണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. നിർമ്മാണ കമ്പനിയായ Diageo കാനഡ ഇൻകോർപ്പറേറ്റഡ് പ്രത്യേക ലോട്ട് തിരിച്ചു വിളിച്ചതായി സ്ഥിരീകരിച്ചു. ബ്രാൻഡിന്റെ 12 വർഷം പഴക്കമുള്ള കനഡിയൻ വിസ്കിയാണ് ക്രൗൺ റോയൽ റിസർവ്. 650 മില്ലി കുപ്പിയിലാണ് പ്രശ്നം കണ്ടെത്തിയത്. തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ എത്ര വിറ്റഴിച്ചെന്നോ എപ്പോൾ വിൽപ്പന നടത്തിയെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. ഉൽപ്പന്നം കഴിച്ച് എന്തെങ്കിലും പരിക്കുകളോ സംഭവങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എങ്കിലും വിസ്കി പ്രേമികൾ ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. കാനഡയെ ഭീതിയിലാക്കി ചെള്ളുപനി. കാനഡയിൽ ചെള്ളുപനി. കാനഡയിൽ ചെള്ളു പരത്തുന്ന രോഗമായ റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ പകരുന്നതായി റിപ്പോർട്ട്.
ഒന്റാരിയോയിലും ക്യൂബക്കിലും ഈ വർഷം രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആദ്യം ഒന്റാരിയോയിൽ നായ്ക്കളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. റിക്കറ്റ്സി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ. മനുഷ്യരിൽ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പനി, തലവേദന, ഓക്കാനം, ഛർദി, വയറുവേദന, പേശിവേദന, വിശപ്പില്ലായ്മ എന്നിവയാണ് ലക്ഷണങ്ങൾ. സാധാരണ ആന്റിബയോട്ടിക്കായ ഡോക്സിസൈക്ലിൻ ഉപയോഗിച്ച് രോഗം ചികിത്സിക്കാം. മിക്ക ആളുകളുടെയും രോഗം ഇങ്ങനെ ഭേദമാകുന്നുണ്ട്. എന്നാൽ ചികിത്സ നൽകിയാലും 5 മുതൽ 10% വരെ കേസുകളിൽ രോഗം ഗുരുതരമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പേഴ്സണൽ വർക്കർമാരെ സ്വാഗതം ചെയ്ത് ഫോർഡ് സർക്കാർ. പേഴ്സണൽ സപ്പോർട്ട് വർക്കർമാരെ ആകർഷിക്കാൻ പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്ത് ഫോർഡ് സർക്കാർ. ഈ മേഖലയിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിനായി ഫോർഡ് സർക്കാർ നിലവിൽ പുതിയ പ്രോത്സാഹന പദ്ധതികൾ പരിഗണിക്കുന്നതായി മുൻ നഴ്സ് കൂടിയായ മന്ത്രി നതാലിയ കുസെൻഡോവ വ്യക്തമാക്കി. ശരിയായ പരിചരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും പുതിയ പരിചരണ കേന്ദ്രങ്ങളിൽ ഒഴിവുകൾ നികത്തുന്നതിനും കൂടുതൽ ദീർഘകാല പരിചരണ തൊഴിലാളി നിയമിക്കുന്നതിനുമായി മന്ത്രാലയം നടപടികളെടുത്തു വരുന്നതായി നതാലിയ അറിയിച്ചു. 2028 ആകുമ്പോഴേക്കും ദീർഘകാല പരിചരണത്തിനായി ഫോർഡിൽ 30,000 പുതിയ കിടക്കകൾ കൂടി ചേർക്കുകയാണ് പ്രവിശ്യ സർക്കാരിൻ്റെ ലക്ഷ്യം. ദീർഘകാല പരിചരണ മേഖലയിൽ ജോലി ചെയ്യാൻ പുതിയ ജീവനക്കാരെ ആകർഷിക്കാനായി ഒന്റാരിയോയിൽ ഇതിനകം തന്നെ നിരവധി പ്രോത്സാഹന പരിപാടികൾ നിലവിലുണ്ട്. കാൽഗറി വോട്ടിങ്ങിന് സമയമായി പേര് ചേർത്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഒക്ടോബർ 20 നടക്കുന്ന കാൽഗറി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടോ എന്നത് ഉറപ്പാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി കാൽഗറി സിറ്റി. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും രജിസ്റ്റർ ചെയ്യുന്നതിനും വിവരങ്ങൾ നൽകാനും voterlink.ab.ca എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണെന്നും സിറ്റി അറിയിച്ചു. അതേസമയം ആൽബർട്ട സർക്കാർ നടപ്പാക്കിയ ഈ മാറ്റത്തെ തുടർന്ന് പ്രവിശ്യ സർക്കാരിൽ നിന്നും സിറ്റിയിൽ നിന്നുള്ള ആശയവിനിമയത്തിൽ പരാജയമുണ്ടായതായി കാൽഗറി പാർട്ടി മേയർ സ്ഥാനാർത്ഥി ബ്രയാൻ തീസൺ അഭിപ്രായപ്പെട്ടു. പുതിയ നിയമപ്രകാരം വോട്ട് ചെയ്യാൻ അർഹതയുള്ള താമസക്കാരുടെ സ്ഥിരം വോട്ടർ രജിസ്റ്റർ തയ്യാറാക്കി പരിപാലിക്കാൻ മുനിസിപ്പാലിറ്റികൾ ബാധ്യസ്ഥരാണ്. പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 26 എന്നാൽ അതിനുശേഷം വോട്ടെടുപ്പ് ദിവസവും ആളുകൾ പോളിംഗിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇത് നീണ്ട നിരകൾക്ക് കാരണമാകുമെന്നും തീസൻ പറഞ്ഞു. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പോലും അർഹരായ വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് സിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഫോമയുടെ 9ാമത് ഇന്റർനാഷണൽ ഫാമിലി കൺവെൻഷൻ 2026 കിക്ക് ഓഫ് ഉടൻ. ഫോമയുടെ 9ാമത് ഇന്റർനാഷണൽ ഫാമിലി കൺവെൻഷൻ 2026 കിക്ക് ഓഫ് ഓഗസ്റ്റ് 24 ഞായറാഴ്ച വൈകിട്ട് ന്യൂയോർക്കിലെ എൽമോണ്ടിലുള്ള സെന്റ് വിൻസെന്റ് ഡി പോൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. MLAമാരായ മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ എന്നിവർ വിശിഷ്ട അതിഥികളെ എത്തുമെന്ന് ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ അറിയിച്ചു. ഫോമ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, റീജിയണൽ വൈസ് പ്രസിഡന്റുമാർ, നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ, വിമൻസ് ഫോറം പ്രതിനിധികൾ, യൂത്ത് ഫോറം പ്രതിനിധികൾ, എക്സ് ഒഫീഷ്യോ തുടങ്ങിയവർ കിക്ക് ഓഫ് ചടങ്ങിൽ പങ്കെടുക്കും. ജുഡീഷ്യൽ കൗൺസിൽ, അഡ്വൈസറി ബോർഡ്, കംപ്ലയിൻസ് കൗൺസിൽ ഭാരവാഹികൾ, വിവിധ സബ് കമ്മിറ്റി അംഗങ്ങൾ, സംഘടനകളുടെ പ്രതിനിധികൾ, റീജിയണൽ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക വ്യക്തിത്വങ്ങൾ എന്നിവർക്ക് പുറമെ NK ലൂക്കോസ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 200-ലധികം താരങ്ങളുടെ സാന്നിധ്യവും കിക്ക് ഓഫ് ചടങ്ങിന് വേദിയാകും. വിൻഡം ഹൂസ്റ്റൺ ഹോട്ടലിൽ 2026 ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് കൺവെൻഷൻ അരങ്ങേറുക. ഫോമയുടെ 100-ലധികം അംഗസംഘടനകളിൽ നിന്നുമായി 2500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിപുലമായൊരു കൺവെൻഷനാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബേബി മണക്കുന്നേൽ പറഞ്ഞു. USA കാനഡ ന്യൂസ് അവസാനിച്ചു. നമസ്കാരം.